24ാം പാർട്ടി കോൺഗ്രസിന്റെ മുന്നോടിയായിട്ടുള്ള ബ്രാഞ്ച് സമ്മേളനങ്ങളുടെ ഭാഗമായി ചെറായി ലോക്കലിലെ ചെറായി LC AKG ബ്രാഞ്ച് സമ്മേളനം 29-ാം തീയതി സഖാവ് MM ലോറൻസ് നഗറിൽ സഖാവ് BK തങ്കപ്പന്റെ വസതിയിൽ BK തങ്കപ്പന്റെ അധ്യക്ഷതയിൽ നടന്നു. വൈപ്പിൻ ഏരിയ കമ്മിറ്റി അംഗം സഖാവ് KA സാജിദ് ഉദ്ഘാടനം ചെയ്തു. LC മെമ്പർമാരായ സഖാവ് PR രാധാകൃഷ്ണൻ, VT സൂരജ് എന്നിവർ അഭിവാദ്യ പ്രസംഗം നടത്തി. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് ഇൻസ്റ്റൽ റൈറ്റിംഗിൽ വിജയിച്ച ദേവപ്രഭ ശരത്തിനെ ആദരിച്ചു. സഖാവ് തമ്പി കൈതവളപ്പിൽ സ്വാഗതവും മുതിർന്ന സഖാവ് NJ അരുൺദാസ് പതാകയും ഉയർത്തി. ബ്രാഞ്ച് സെക്രട്ടറി സഖാവ് VK സനൽകുമാർ റിപ്പോർട്ട്, AB ശശി അനുശോചന പ്രമേയവും സഖാവ് MK ശശി രക്തസാക്ഷി പ്രമേയവും അവതരിപ്പിച്ചു. സമ്മേളനങ്ങൾ നടന്നു വരികയാണ്. ഇതിന്റെ ഭാഗമായി ചെറായി LCയിലെ AKG ബ്രാഞ്ചിലെ സമ്മേളനത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് രക്തപതാക ഉയർത്തുന്നതിന് ബ്രാഞ്ചിലെ മുതിർന്ന സഖാവ് NJ അരുൺദാസിനെ ക്ഷണിച്ചുകൊള്ളു. ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിൻ്റെ മുന്നോടിയായി നടക്കുന്ന ബ്രാഞ്ച് സമ്മേളനത്തിന് പതാക ഉയർത്താൻ ക്ഷണിച്ചു എന്ന് പറയുന്നു. നമ്മളെല്ലാവരെയും പിരിഞ്ഞ സഖാവ് പുഷ്പൻ്റെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ പതാക ഉയർത്തുന്നു. ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്, CPIM സിന്ദാബാദ്, CPIM സിന്ദാബാദ്, രക്തപതാക സിന്ദാബാദ്, രക്തപതാക സിന്ദാബാദ്, രക്തസാക്ഷികൾ സിന്ദാബാദ്, രക്തസാക്ഷികൾ സിന്ദാബാദ്, 24ാം പാർട്ടി കോൺഗ്രസ് സിന്ദാബാദ്, 24ാം പാർട്ടി കോൺഗ്രസ് സിന്ദാബാദ്, AKG ബ്രാഞ്ച് സമ്മേളനം സിന്ദാബാദ്, AKG ബ്രാഞ്ച് സമ്മേളനം സിന്ദാബാദ്, AKG ബ്രാഞ്ച് സമ്മേളനം സിന്ദാബാദ്, AKG ബ്രാഞ്ച് സമ്മേളനം സിന്ദാബാദ്, CPIM സിന്ദാബാദ്, CPIM സിന്ദാബാദ്, CPIM സിന്ദാബാദ്, CPIM സിന്ദാബാദ്, രക്തസാക്ഷികൾ സിന്ദാബാദ്. ജീവിച്ചിരുന്ന രക്തസാക്ഷി സഖാവ് പുഷ്പൻ, CPIM ജനറൽ സെക്രട്ടറി സഖാവ് സീതാറാം യെച്ചൂരി, മുതിർന്ന CPM നേതാവ് MM ലോറൻസ്, പാർട്ടി PB അംഗവും പാർട്ടി മുൻ സംസ്ഥാന സെക്രട്ടറിയുമായ സഖാവ് കൊടിയേരി ബാലകൃഷ്ണൻ, തൃപ്പൂണിത്തറ മെമ്പർ സഖാവ് സൈഗാർ, RSP ദേശീയ നേതാവ് അഭിനവ് റോയ്, തൃക്കാക്കര MLA PT തോമസ്, CPIM കേന്ദ്ര കമ്മിറ്റി അംഗം സഖാവ് MC ജോസഫൈൻ, മുതിർന്ന കോൺഗ്രസ് നേതാവ് K ശങ്കരനാരായണൻ, മുൻ വൈദ്യുതി മന്ത്രിയും CPIM നേതാവുമായ സഖാവ് T ശിവദാസ മേനോൻ, മുൻ MLAമാരായ ശ്രീ പ്രയാർ ഗോപാലകൃഷ്ണൻ, ശങ്കരനാരായണൻ, ത്യാഗരാജൻ, VS ശശി, RSS ക്രിമിനലുകൾ കൊലപ്പെടുത്തിയ പാലക്കാട് മരുത റോഡ് ലോക്കൽ കമ്മിറ്റി അംഗം ഷാജഹാൻ, മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി, RSS കാർ കൊലപ്പെടുത്തിയ DYFI കായംകുളം മേഖലാ കമ്മിറ്റി അംഗം സഖാവ് അമ്പാടി, മുതിർന്ന നേതാവും മഹിളാ അസോസിയേഷൻ നേതാവുമായിരുന്ന സഖാവ് സരോജിനി ബാലാനന്ദൻ, വിപ്ലവ കവി ഗരൂർ സഖാവ് തലവട്ടം ആനന്ദൻ, പാർട്ടി സ്ഥാപക നേതാവ് N ശങ്കരയ്യ, തിരുമനാംകുന്നം ബ്രാഞ്ച് മെമ്പർ സഖാവ് കുട്ടൻ, പാർട്ടി നെടിയാറ ബ്രാഞ്ച് സെക്രട്ടറി സഖാവ് പ്രജീഷ്, സഖാവ് സുവർണൻ, മുൻ കേന്ദ്ര കമ്മിറ്റി അംഗവും ബംഗാൾ മുഖ്യമന്ത്രിയുമായിരുന്ന ബുദ്ധദേവ് ഭട്ടാചാര്യ, സാമ്പത്തിക വിദഗ്ധൻ CA കുര്യൻ, ഹൃദ്രോഗ വിദഗ്ധൻ ഡോക്ടർ വാര്യത്ത്, വയനാട് മുണ്ടക്കൽ, ചൂരൽമല എന്നിവിടങ്ങളിൽ ഉണ്ടായ ഉരുൾപൊട്ടലിൽ ജീവൻ വെടിഞ്ഞവർ, ഗുജറാത്ത് ഗെയിമിന് സെൻട്രൽ ഡൽഹി സ്വകാര്യ ഹോസ്പിറ്റൽ എന്നിവിടങ്ങളിലുണ്ടായ തീപിടുത്തത്തിൽ ജീവൻ വെടിഞ്ഞവർ, കോഴിത്തുരുത്ത് പുഴയിൽ മുങ്ങി മരിച്ച സഹോദരിമാർ, ഇറാഖ് പ്രസിഡന്റ് ഇബ്രാഹിം റൈസി, പാർട്ടി കുടിപ്പുള്ളി മുൻ സെക്രട്ടറി സഖാവ് ഫ്രാൻസിസ്, സംഗീത സംവിധായകൻ AK ജോയ്, ജമ്മു കാശ്മീരിലെ ഭീകരാക്രമണത്തിൽ ജീവഹാനി സംഭവിച്ചവർ ജസ്റ്റിസ് ഫാത്തിമ ബീവി, സാഹിത്യകാരി P വത്സല, ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവർ, കളമശ്ശേരി ബോംബാക്രമണത്തിൽ ജീവൻ വെടിഞ്ഞവർ, സംഗീതജ്ഞവും പുരസ്കാര നേതാവുമായ ഡോക്ടർ ലീല ഓംജേരി, കഥകളി ഗായകൻ ചേർത്തല കൃഷ്ണപ്പണിക്കർ, മൊറോക്കോയിലെ ഭൂകമ്പത്തിൽ ജീവൻ വെടിഞ്ഞവർ, ചലച്ചിത്ര നടനും തിരക്കഥാകൃത്തുമായ സിദ്ദിഖ്, കാലവർഷക്കെടുതിയിൽ മരണമടഞ്ഞവർ, ചലച്ചിത്ര TV താരം സുധി, ഒഡീഷയിൽ നടന്ന ട്രെയിൻ അപകടത്തിൽ മരണമടഞ്ഞവർ, താനൂരിൽ ബോട്ടപകടത്തിൽ മരണമടഞ്ഞവർ, കൊല്ലപ്പെട്ട ഡോക്ടർ വന്ദന, രക്തേശ്വരി ഈസ്റ്റ് ബ്രാഞ്ച് അംഗം EB രാമൻ,
മാർ പർവത്തിൽ മുൻ എം പിയും ചലച്ചിത്ര രംഗത്തെ ഹാസ്യ സാമ്രാട്ടി ഇന്നസെന്റ്, ചലച്ചിത്ര താരവും ചിരിയുടെ രാജാവുമായ മാമുക്കോയ, ചലച്ചിത്ര താരം കബീർ പൊന്നമ്മ, മൊബൈൽ ഫോൺ പൊട്ടിത്തെറിച്ച് മരിച്ച 8 വയസ്സുകാരി ആദിന, സാഹിത്യകാരൻ TP രാജീവൻ, ഫുട്ബോൾ താരം പെലെ, ഗുജറാത്തിലെ തൂക്കുപാലം തകർന്നു മരിച്ചവർ, വടക്കാഞ്ചേരി വാഹനാപകടത്തിൽ മരിച്ചവർ, പാർട്ടി PB അംഗവും സിനിമാ പ്രവർത്തകനുമായ രാംലാൽ ഖാൻ, എലിസബത്ത് രാജ്ഞി, ബ്രാഞ്ച് അംഗം വിശാലാക്ഷിയുടെ മകൻ സന്തോഷ്, മംഗലാപുരം മണ്ണിടിച്ചിൽ സ്വാതന്ത്ര്യ സമര സേനാനി ഗോപിനാഥൻ നായർ, ഫുട്ബോൾ താരം ദേവാനന്ദ്, ചലച്ചിത്രകാരൻ ശരത് ചന്ദ്ര, നാടക പ്രവർത്തകർ മാധവൻ, സിനിമാ സീരിയൽ താരം ഖാലിദ്, മുൻ MLA മാരായ പ്രയാഗ് ഗോപാലകൃഷ്ണൻ, ശങ്കരനാരായണൻ, ത്യാഗരാജൻ, VS ശശി, മലയാളി ഹോളിവുഡ് ഗായകൻ കൃഷ്ണകുമാർ, ഗായകൻ ഇടവ ബഷീർ, തിരക്കഥാകൃത്ത് ജോൺ പോൾ, KPSC ലളിത, പ്രശസ്ത ശാസ്ത്രജ്ഞൻ ഡോക്ടർ M വിജയൻ, കവി S രമേശൻ, ആഫ്രിക്കൻ ആർച്ച് ബിഷപ്പ് ഡെസ്മണി, ചലച്ചിത്ര താരങ്ങളായ നെടുമുടി വേണു, രവി മേനോൻ, മാപ്പിളപ്പാട്ട് കലാകാരൻ VM കുട്ടി, രചയിതാവ് ബിച്ചു തിരുമല, ചലച്ചിത്ര സംവിധായകൻ KS സേതുമാധവൻ തുടങ്ങി ഈ സമ്മേളന കാലയളവിൽ അന്തരിച്ച അറിയപ്പെടുന്നവരും അല്ലാത്തവരുമായ എല്ലാവരുടെയും വേർപാടിൽ ഈ സമ്മേളനം ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഈ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ലോക്കൽ കമ്മിറ്റി മെമ്പർ രാധാകൃഷ്ണൻ ചേട്ടൻ, മറ്റൊരു LC അംഗം സൂരജ്, ബ്രാഞ്ച് സെക്രട്ടറി സുനിൽ, പ്രിയപ്പെട്ട പാർട്ടി അംഗങ്ങളെ, അനുഭാവികളെ, 20 വർഷങ്ങൾക്ക് മുമ്പ് ഒരിക്കലും ഇവിടെ വന്ന ഒരു ഓർമ്മയാണ് ഇപ്പോൾ എൻ്റെ മനസ്സിലുള്ളത്. അന്ന് DYFIയുടെ പ്രവർത്തകനായിരിക്കുന്ന സമയത്ത് യൂണിറ്റ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട്. CPMൻ്റെ 24ാം പാർട്ടി കോൺഗ്രസ്സിന് മുന്നോടിയായിട്ടുള്ള ബ്രാഞ്ച് സമ്മേളനങ്ങളാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തവണ പാർട്ടി കോൺഗ്രസ് 2025 ഏപ്രിൽ മാസത്തിൽ മധുരയിൽ വെച്ച് ചേരാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ടുള്ള ബ്രാഞ്ച് സമ്മേളനങ്ങളാണിപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. ഇനി അടുത്ത മാസം മുതൽ ലോക്കൽ സമ്മേളനങ്ങളിലേക്ക് നമ്മൾ കടക്കും. നവംബർ മാസത്തിൽ ഏരിയ സമ്മേളനങ്ങൾ, ഡിസംബർ ജനുവരി മാസത്തിൽ ജില്ലാ സമ്മേളനങ്ങൾ, ഫെബ്രുവരി മാസത്തിൽ സംസ്ഥാന സമ്മേളനം, പിന്നീട് അവസാനം അഖിലേന്ത്യാ സമ്മേളനം അഥവാ പാർട്ടി കോൺഗ്രസ് ഏപ്രിൽ മാസത്തിൽ മധുരയിൽ വെച്ച് നടക്കും. സമ്മേളനങ്ങളെല്ലാം പ്രധാനമായും 2 കടമകളാണ് നിർവഹിക്കുന്നത്. അതിലൊന്ന്, നമ്മുടെ അഖിലേന്ത്യാ സമ്മേളനം ചേർന്ന് കഴിയുമ്പോൾ വരുന്ന 3 വർഷക്കാലത്തേക്ക്, അതല്ലെങ്കിൽ അടുത്ത പാർട്ടി കോൺഗ്രസ് വരെ എങ്ങനെയാണ് നമ്മുടെ രാജ്യത്ത് CPMൻ്റെ പ്രവർത്തനം സംഘടിപ്പിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ചു കൊണ്ടുള്ള കാര്യങ്ങൾ, അതിൻ്റെ ഭാഗമായിട്ടുള്ള രാഷ്ട്രീയ നയം രൂപീകരിക്കും. 2 ഓരോ സമ്മേളന കാലയളവും എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 23ാം പാർട്ടി കോൺഗ്രസിന് ശേഷം ഇപ്പോൾ ഉള്ള ഈ സമ്മേളനം വരെയുള്ള കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള പ്രവർത്തനങ്ങളെ സംബന്ധിച്ച്, സംഭവവികാസങ്ങളെ സംബന്ധിച്ചു കൊണ്ടുള്ള പരിശോധനയും വന്നിട്ടുള്ള പോരായ്മകൾ പരിഹരിച്ചുകൊണ്ട് കൂടുതൽ കരുത്തോടുകൂടി നമ്മുടെ പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോവുക എന്ന കടമയിൽ, അങ്ങനെ 2 പ്രധാനപ്പെട്ട കടമകളാണ് ഓരോ സമ്മേളനങ്ങൾ നിർവഹിക്കുന്നത്. ഈ പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിക്കുന്ന രാഷ്ട്രീയ പ്രമേയത്തിൻ്റെ കരട് ഇപ്പോൾ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പത്രങ്ങളിലൊക്കെ TV-യിലൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. CPMൻ്റെ പോളിറ്റ് ബ്യൂറോ യോഗങ്ങൾ കഴിഞ്ഞ 2 ദിവസമായി ഡൽഹിയിൽ ചേർന്നുകൊണ്ടിരിക്കുകയാണ്. അത് ചേർന്ന് കഴിഞ്ഞു, ഇന്നലെയോടുകൂടി അത് കഴിഞ്ഞു. ഇന്നും നാളെയുമായിട്ട് കേന്ദ്ര കമ്മിറ്റി ചേരുകയാണ്. അപ്പോൾ PB അംഗീകരിച്ച രാഷ്ട്രീയ പ്രമേയത്തിൻ്റെ കരട് കേന്ദ്ര കമ്മിറ്റിയിൽ വെക്കും. കേന്ദ്ര കമ്മിറ്റി അത് ചർച്ച ചെയ്തതിന് ശേഷം അടുത്ത ദിവസം തന്നെ അത് പബ്ലിഷ് ചെയ്യും. ഇപ്പോൾ CPMൻ്റെ വെബ്സൈറ്റിലും അത് നമുക്ക് ലഭിക്കും. മാത്രമല്ല, പാർട്ടിയുടെ തന്നെ എല്ലാ ഘടകങ്ങളും, ബ്രാഞ്ചുകൾ, ലോക്കൽ കമ്മിറ്റികൾ, ഏരിയ കമ്മിറ്റികൾ, ജില്ലാ കമ്മിറ്റികൾ, സംസ്ഥാന കമ്മിറ്റികളെല്ലാം
ഈ പ്രമേയം ചർച്ച ചെയ്യും. അപ്പം അതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ ഒട്ടേറെ അഭിപ്രായങ്ങൾ തേടും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പാർട്ടിക്കകത്തുള്ള എല്ലാവർക്കും ഇത് സംബന്ധിച്ചുകൊണ്ട് ഈ പ്രമേയത്തിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം. ആ പ്രമേയം ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കാം. അങ്ങനെയുള്ള നിർദ്ദേശങ്ങളെല്ലാം ഈ അഖിലേന്ത്യാ സമ്മേളനത്തിൽ പാർട്ടി കോൺഗ്രസിനകത്ത് ചർച്ച ചെയ്യും. അതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ പാർട്ടി കോൺഗ്രസ്സാണ് ഈ രാഷ്ട്രീയ നയം അന്തിമമായി അംഗീകരിക്കുന്നത്. ഞാനിത് സൂചിപ്പിക്കാൻ കാരണം CPM-നെ സംബന്ധിച്ച് നമ്മുടെ നാട്ടിൽ പ്രചരിക്കുന്ന ഒരു തെറ്റായ കാര്യമുണ്ട്. അതൊന്ന്, ഈ പാർട്ടിക്കകത്ത് ജനാധിപത്യമില്ല എന്നുള്ളതാണ്. ഈ കഴിഞ്ഞ ദിവസം അൻവർ അടക്കം പറയുന്നത് നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാർട്ടിയിൽ അഭിപ്രായം പറയാനുള്ള അവകാശമില്ല, നേതാക്കൾ പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി പറയുന്നത് മാത്രമാണ് നടപ്പിലാക്കുന്നത് എന്നൊക്കെയുള്ള തെറ്റായ പ്രചരണങ്ങൾ അടുത്ത ദിവസങ്ങളിൽ പോലും ഒരു ജനപ്രതിനിധിയുടെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ 8 വർഷമായി ഇടതുപക്ഷത്തിൻ്റെ ഒപ്പം നിന്ന സ്വതന്ത്രനാണെങ്കിൽ കൂടിയുള്ള ഒരു ജനപ്രതിനിധിയുടെ ഭാഗത്തുനിന്ന് വരികയാണ്. അപ്പം ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ ആളുകൾ ചിലപ്പോൾ വിശ്വസിക്കും, അങ്ങനെയാണോ പിണറായി പറയുന്നതാണ് എല്ലാം ശരി, അല്ലെങ്കിൽ ഗോവിന്ദ മാഷ് പറയുന്നതാണ് അല്ലെങ്കിൽ എല്ലാം ശരി. ഇവർ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ആരും ഒന്നും പറയാതെ ഇരിക്കുകയാണ് എന്നുള്ള രൂപത്തിലുള്ള തെറ്റായ പ്രചരണങ്ങൾ ഉണ്ടാകും. അപ്പോൾ ഒരു രാജ്യത്ത്, പ്രത്യേകിച്ച് ഇന്ത്യയിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ വരുന്ന 3 വർഷക്കാലം എങ്ങനെ ആയിരിക്കണം എന്നതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്ത് തീരുമാനിക്കുന്ന രാഷ്ട്രീയ നയത്തിൻ്റെ കരട് ഈ രാജ്യത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗങ്ങളുടെ ഇടയിലേക്കും പൊതുജനങ്ങൾക്കും വേണ്ടി പരസ്യമായി അവതരിപ്പിച്ച് അതിനകത്ത് അവർ പറയുന്ന നിർദ്ദേശങ്ങളടക്കം ചർച്ച ചെയ്ത് പാർട്ടി കോൺഗ്രസിൽ ചിലപ്പോൾ വോട്ടെടുപ്പിലൂടെ ഭൂരിപക്ഷം പറയുന്ന ഭേദഗതികൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് തീരുമാനിക്കുന്നത് എന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത്. അപ്പം ജനാധിപത്യപരമായ എല്ലാ അഭിപ്രായങ്ങളുണ്ട്. നിർഭയമായി ഇവിടെ ഇപ്പോൾ ബ്രാഞ്ച് സമ്മേളനത്തിൽ പ്രതിനിധികളായിട്ട് പാർട്ടി അംഗങ്ങൾക്ക് മാത്രമേ പങ്കെടുക്കാൻ വേണ്ടി പറ്റൂ. ഉദ്ഘാടന സമ്മേളനത്തിൻ്റെ ഒരു ഭാഗം കഴിയുമ്പോൾ അനുഭാവികൾക്ക് എല്ലാവർക്കും പിരിഞ്ഞു പോകാം. ചായയൊക്കെ ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, ചായയൊക്കെ കൊടുത്ത് അവരെ വിടും. പക്ഷെ അത് കഴിഞ്ഞ് നടക്കുന്ന പ്രക്രിയയിൽ ഇവിടെയുള്ള പാർട്ടി അംഗങ്ങൾക്ക് ഓരോരുത്തർക്കും അവരവരുടെ പ്രവർത്തനത്തെക്കുറിച്ച് പറയാം, മറ്റു സഖാക്കളുടെ പ്രവർത്തനത്തെക്കുറിച്ച് പറയാം, ലോക്കൽ കമ്മിറ്റിയുടെ പ്രവർത്തനത്തെക്കുറിച്ച് വിമർശിക്കാം, ഏരിയ കമ്മിറ്റിയുടെ പ്രവർത്തനത്തെക്കുറിച്ച് വിമർശിക്കാം. എന്തിനേറെ പറയുന്നു, പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിട്ടിരിക്കുന്ന സഖാവിനെ കുറിച്ച് വരെ വിമർശിക്കാൻ കിട്ടുന്ന ഒരു അവസരമാണ് ഈ സമ്മേളനം എന്ന് പറയുന്നത്. അത് സമ്മേളനത്തിൽ മാത്രമല്ല, പാർട്ടിയുടെ ഏത് യോഗത്തിലും ബ്രാഞ്ച് കൂടുമ്പോൾ പുറത്ത് പറയാൻ പറ്റില്ല, പക്ഷേ ബ്രാഞ്ചിനകത്ത് അഭിപ്രായം പറയാം, LC-ക്കകത്ത് അഭിപ്രായം പറയാം, AC-ക്ക് അങ്ങനെ ഓരോ കമ്മിറ്റിയിലുമുള്ള എല്ലാ സഖാക്കൾക്കും നിർഭയമായ അഭിപ്രായങ്ങൾ പറയാനും ആ അഭിപ്രായത്തോടൊപ്പം സ്വന്തം പ്രവർത്തനം എന്താണെന്നുള്ളത് വിലയിരുത്താനും അതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ ജനാധിപത്യപരമായി കാര്യങ്ങൾ തീരുമാനിച്ചു പോവുകയും ചെയ്യുന്ന ഒരു പാർട്ടിയാണ്.